എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറോട് കൂടിയ പാൽ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 2 കപ്പ് മൈദയാണ് പാൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2 നുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നെയ്യാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേരുവകളെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലാണ് ഉപയോഗിക്കുന്നത്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലായാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത പാല് ഉപയോഗിക്കാതിരുന്നാൽ മതി. ഇത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇത് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് പാല് മാത്രമേ ആവശ്യം വന്നുള്ളൂ. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. കയ്യിൽ കുറച്ച് നെയ്യും കൂടെ തൊട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ബോളാക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. കിച്ചൺ ടോപ്പി വെച്ച് പരത്തുവാണെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് എടുക്കാം. ഈ ബോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഇതുപോലെയൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് മൈദയും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പൊറോട്ട നല്ല ലെയറായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 3 പീസായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വളരെ ചെറിയ പൊറോട്ടയായിരിക്കും. പക്ഷേ ഒരു 3-4 എണ്ണം ഒന്നിച്ച് നമുക്ക് ചുട്ടെടുക്കാം. റോൾ ചെയ്ത് വച്ചിരിക്കുന്ന മാവ് ഇതുപോലെ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എത്ര കനം കുറച്ച് പരത്തുന്നോ അത്രയും എളുപ്പത്തിൽ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആ പൊറോട്ടയുടെ ഏകദേശം അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുന്നത്. പൊറോട്ടയൊക്കെ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഒരു ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കാം, അല്ലാതെയും ചുട്ടെടുക്കാം. ഒരു 3 പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ഇതിന് മുകളിലായിട്ട് വളരെ കുറച്ച് നെയ്യും കൂടെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.